എന്താണ് ദൈവത്തിൻ്റെ വായുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരു 2 പോയിൻ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, മരിച്ച് 4 നാളായി നാറ്റം വെച്ച് പ്രത്യാശ നഷ്ടപ്പെട്ട ലാസറിൻ്റെ കല്ലറയുടെ പുറത്തുനിന്ന് അരുമനാഥനായ കർത്താവ് ഇപ്രകാരം ഒരു വാക്ക് ഉരുവിട്ടു: ലാസറേ, പുറത്തു വരിക. മരിച്ചവൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്നു. എന്താണ് ദൈവവായുടെ അടുത്ത സവിശേഷത? ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിയുടെ ആരംഭത്തിൽ 1-ാം അധ്യായത്തിൽ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്തോടെ വാക്ക് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആകാശത്തിൻ്റെ കീഴിൽ, ഭൂമിക്ക് മുകളിൽ, സമുദ്രത്തിൽ ചരിക്കുന്ന സർവ്വചരാചരങ്ങളെയും ദൈവം അവിടെ ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനെ പോലെ അവിടെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ ആ അധികാരത്തെ, അതേ ചില പ്രവൃത്തികളെ ദൈവം നമുക്ക് കൈമാറിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരെത്തും പിടിയുമില്ലാതെ, സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, ഒരു അടിസ്ഥാനമില്ലാതെ കാറ്റുകൊണ്ട് അലയുന്ന പടക് പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? ഈ പ്രഭാതത്തിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം നഷ്ടപ്പെട്ട് ചലിക്കേണ്ടി വരത്തില്ല. ദൈവ അധികാരം ദൈവം നമ്മളിൽ പകർന്നിരിക്കുകയാണ്. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത്